വലിയ വിവാദങ്ങൾ അയ്യപ്പ സംഗമത്തിന് ശേഷം വിവാദങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഇങ്ങോട്ട് വന്നു. പല വിചിത്രവാദങ്ങളും നമ്മൾ കേട്ടു. ഇതിലെ ഇപ്പോൾ ഈ നേരിടുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് അയ്യപ്പ സംഗമം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതിലെ ആളുകളുടെ പങ്കെടുത്ത എണ്ണം ഒഴിഞ്ഞ കസേരയൊക്കെയാണ്. അപ്പോൾ പരാജയപ്പെട്ടു എന്നുള്ളതാണോ? അല്ല, ആഗോള അയ്യപ്പ സംഗമം ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. കാരണം ഇന്ന് ലോകത്ത് ശബരിമലയുടെ പ്രശസ്തി ലോകത്തെത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം തന്നെ പ്രശസ്തി ഉണ്ട്, പക്ഷെ അതിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 4126 പേർ അവിടെ പങ്കെടുത്തു എന്നുള്ളത് യാതൊരു പ്രശ്നവുമില്ലാത്ത കാര്യമാണ്. കൃത്യമായ റെക്കോർഡുകൾ ഞങ്ങളതിലുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞതോടുകൂടി പൊളിഞ്ഞുപോയി. ചില മാധ്യമങ്ങൾ ഉദ്ഘാടന സമ്മേളനം ഗംഭീരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞതോട് അത് ചീറ്റിപ്പോയി എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഞങ്ങൾ ലക്ഷ്യം കണ്ടു എന്നാണ് ഞങ്ങളുടെ വാദം. കാരണം ഞങ്ങൾ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അതെങ്ങനെ ഭക്തജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം, എങ്ങനെ അവരുടെ നിർദ്ദേശങ്ങൾ വാങ്ങണം എന്നതിനെ സംബന്ധിച്ചായിരുന്നു ഞങ്ങളുടെ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് കൃത്യമായി നടന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം 12:30 മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൻ്റെ പ്രസംഗവും അവസാനിപ്പിച്ചും ഈ പറയുന്ന ഉദ്ഘാടന സമ്മേളനം കഴിയുന്നത്. തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് 3 സെക്ഷനിലേക്ക് പോകേണ്ടി വന്നു. ഉച്ച സമയമാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. അപ്പോൾ സ്വാഭാവികമായും ഉച്ച സമയമാണ്, നമ്മൾ 3 സെക്ഷനുകളായി തിരികുകയാണ്. ഒന്നാമത്തെ വേദിയിൽ നടക്കുന്നത് എന്താ? മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഞാൻ അവിടെയാണ് പങ്കെടുത്തത്. എൻ്റെ നേതൃത്വത്തിലായിരുന്നു അത് നടന്നത്. ബഹുമാനായ ജയകുമാർ സാർ, അദ്ദേഹമാണ് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവതരിപ്പിക്കുന്നത്. തയ്യാറാക്കിയ എഞ്ചിനീയറിംഗ് കോളേജിൽ കൃത്യമായി 5 പേർ അവിടെ ആ കാര്യങ്ങൾ പറഞ്ഞു. ഭക്തജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഓരോ സർക്കാരും മാറി വരുന്ന സർക്കാരുകൾ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഈ സർക്കാരാണ് ഒടുവിൽ മാസ്റ്റർ പ്ലാൻ, ഉന്നതാധികാര സമിതി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ, ഹൈപ്പവർ കമ്മിറ്റി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ, എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി ഗവൺമെൻറ് അംഗീകരിച്ചു. പക്ഷേ ഈ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് അവിടെയുള്ള ആളുകൾക്ക് അറിയില്ലായിരുന്നു. ഇതുവരെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എന്താണ് മാസ്റ്റർ പ്ലാൻ എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അവരെ മുന്നിൽ നമുക്കത് അവതരിപ്പിക്കാൻ പറ്റി. അവരുടെ നിർദ്ദേശങ്ങൾ വാങ്ങി 600 പേർ ആ ചർച്ചയിൽ പങ്കെടുത്തു. 600 പേരുണ്ടായിരുന്നു ആ വേദിയിൽ. ഈ ആരോപണങ്ങളിൽ പ്രധാനം ഈ ഉദ്ഘാടന സെഷന് ശേഷം ആളുകൾ പോയി എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത് ഉദ്ഘാടന സമ്മേളനത്തിൽ 4000-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. തർക്കമില്ല കാര്യത്തിൽ. അത്ര വലിയ പന്തലായിരുന്നു അവിടെ. നിങ്ങളിപ്പോൾ പന്തലത്ത് സംഘടിപ്പിക്കുമ്പോഴുള്ള പന്തലല്ല, വലിയ പന്തലായിരുന്നു. കാരണം എന്തുകൊണ്ട് നമ്മൾ അവിടെ സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചാൽ പമ്പാ നദിയുടെ മണപ്പുറത്ത് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രാധാന്യം. അങ്ങനെയാണ്, വലിയ പന്തലാണ്. ഏതാണ്ട് 5000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പന്തലാണത്. അവിടെ ഉദ്ഘാടന സമ്മേളനത്തിൽ 4000 ആളുകളുണ്ടായിരുന്നു. സ്വാഭാവികമായും ഉദ്ഘാടന സമയം കഴിഞ്ഞപ്പോൾ ഉച്ചയായി. അതേ വേദിയിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ച. അവിടുന്ന് അടുത്ത വേദിയിൽ ഹിൽ ടോപ്പ്, അവിടെ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചർച്ച. 3ാമത്തെ വേദിയിൽ പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട ചർച്ച. 3 വേദികളിലെ ആളുകൾ സ്പ്ലിറ്റ് ചെയ്ത് ഒരേ അതാണ് ഇത്. ഒറ്റ സമയമാണ്, അറ്റ ടൈമാണ് നടക്കുന്നത്. 3 ഉച്ച സമയം. അപ്പോൾ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ ഗംഭീരമായി നടന്നു. നമ്മുടെ പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റി. അവരുടെ നിർദ്ദേശങ്ങൾ വാങ്ങി. ഇനി ഏറ്റവും പ്രശ്നം ഏതാ? തൊട്ടടുത്ത് അതേ സമയത്ത് നടക്കുന്നതാണ് ഹിൽ ടോപ്പിൽ ജോക്കബ് പന്നൂസ് സാർ പങ്കെടുക്കുന്ന, മുൻ DGP പങ്കെടുക്കുന്ന സെഷൻ ക്രൗഡ് മാനേജ്മെൻറ്റ്. അവിടെ ADGP, നിലവിൽ ക്രൗഡ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനായ ADGP ശ്രീജിത്ത് അവിടെ അവതരിപ്പിക്കുന്നു. അജിതാ ബീഗം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അവിടെ മറ്റ് ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ അത് അവതരിപ്പിക്കുന്നു. കൃത്യമായ അവിടുത്തെ ഡെലിഗേറ്റ്സിൽ നിന്നും അതിൻ്റെ അഭിപ്രായങ്ങളും സംശയിക്കുന്നു. പിന്നെ ഇവിടെ അതേസമയം നടക്കുന്നത് ശ്രീരാമസംഗീതം ഹാള്, ഇതിൻ്റെ പിറകിലുള്ള മറ്റൊരു ഹാളിലാണ്. അവിടെ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് TK നായർ സാർ. TK നായർ സാറാണ് അവതരിപ്പിച്ചത്. അവിടെ ടൂറിസം സെക്രട്ടറി ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ കേട്ടു. ഇതെല്ലാം സംശീകരിച്ചു. അപ്പോൾ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞപ്പോൾ ആളില്ല. ഇത് 3 സെഷനുകളായി നടക്കുന്ന കാര്യമൊന്നും ആരും കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചിത്രം എടുത്തിട്ടാണ് അയ്യോ പൊളിഞ്ഞു പോയി, ചീറ്റിപ്പോയി. പക്ഷേ ഒരു കാര്യമില്ല. ഞങ്ങൾ കൃത്യമായ ലക്ഷ്യം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു. ഞങ്ങൾ ആദ്യമായി ഈ മാസ്റ്റർ പ്ലാൻ അവിടുത്തെ ഭക്തജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ക്രൗഡ് മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ടായാലും പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ടായാലും ഇതെല്ലാം അഭിപ്രായങ്ങൾ നമ്മൾ സ്വാംശീകരിച്ചു. അത് അവസാനം ഒടുവിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അത് കൺസോൾട്ടേറ്റ് ചെയ്ത് പറഞ്ഞു. 18 അംഗ കമ്മിറ്റി, ദേവസ്വം വകുപ്പ് മന്ത്രി ചെയർമാനായും ദേവസ്വം പ്രസിഡന്റ് കൺവീനറായും ശ്രീ രാജമാണിക്യം ഉൾപ്പെടെയുള്ള, ദേവസ്വം സെക്രട്ടറി ശ്രീ രാജമാണിക്യം ഉൾപ്പെടെയുള്ള 18 അംഗ കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ മറ്റുള്ളവരെ കൂടെ തീരുമാനിക്കും. ഈ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം, ഇത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ഗംഭീരമായി നടപ്പിലാക്കുവാൻ നിയോഗിക്കപ്പെട്ടൊരു ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി കൂടി
ഹൈപ്പവർ കമ്മിറ്റിയുടെ പിന്നെ അന്തിമ തീരുമാനത്തിന് വിധേയമായി ഇത് നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒക്ടോബർ അവസാനം നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് കൂടും. പിന്നെ ഓരോ മാസവും ഇടവേളകളിൽ കൂടി വരുന്ന ഒരു 3-4 വർഷത്തിനുള്ളിൽ ഈ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ലക്ഷ്യം. അതിന് സർക്കാരിൻ്റെ എല്ലാവിധമായ പിന്തുണയും ഉണ്ടാകും.